Dear students, welcome to corporate accounting class. We are studying about the preparation of revenue account of a life insurance company. Revenue account is an account showing the income and expenditure related to the insurance business. അപ്പോൾ ഇന്നലെ നമ്മൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഫോം RA എങ്ങനെയാണ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ കണ്ടൻസ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിനകത്തുള്ള ചില ഐറ്റംസാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ റവന്യൂ അക്കൗണ്ടിൽ വരുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3-4 ഐറ്റംസ്. അതിൽ ഒന്നാമത്തെ ഐറ്റം പ്രീമിയം. ഞാൻ ഇതിൽ പറഞ്ഞു, പ്രീമിയം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റവന്യൂ ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഓൾ ദ പോളിസി ഹോൾഡേഴ്സ് ഹാവ് ടു പേ ദ പ്രീമിയം. അപ്പോൾ പ്രീമിയം ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ അടയ്ക്കുന്നു. ആ പ്രീമിയം ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകമാണ്. സോ ദ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ പോളിസി ഹോൾഡർ ടു ദ കമ്പനി, അതാണെന്ത് പ്രീമിയം. അപ്പോൾ പ്രീമിയം 3 തരം പ്രീമിയം ഉണ്ട്. അത് ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. ഒന്ന്, പ്രീമിയം പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ടേക്കിംഗ് ദ പോളിസി, ഫസ്റ്റ് ഇയർ പോളിസി. ഇപ്പം നമ്മൾ ഈ വർഷം ഇപ്പോഴാണ് പോളിസി എടുക്കുന്നത് വിചാരിക്കാം. ഫസ്റ്റ് ഗഡു ആ പ്രീമിയം, അങ്ങനെയുള്ള ആ പ്രീമിയമാണെന്ത് ഫസ്റ്റ് ഇയർ പ്രീമിയം. അടുത്ത വർഷം തൊട്ട് അത് റിന്യൂവൽ പ്രീമിയമാണ്. എന്താണ് റിന്യൂവൽ പ്രീമിയം? ആ പോളിസി പുതുക്കി നമ്മൾ കൊണ്ടുപോവുകയാണ്. അപ്പം ആദ്യത്തെ വർഷം ആദ്യത്തെ പേയ്മെൻറ്റ് നടക്കുന്നതാണ് ഫസ്റ്റ് ഇയർ പ്രീമിയം. പിന്നീട് നമ്മൾ 20 വർഷത്തെ പോളിസി എന്ന് വിചാരിച്ചോളൂ, 19 വർഷത്തേത് റിന്യൂവൽ പ്രീമിയമാണ്. ഓക്കെ. പിന്നീട് വേറൊരു തരം പ്രീമിയമുണ്ട്, സിംഗിൾ പ്രീമിയം എന്ന് പറഞ്ഞാൽ ചില പോളിസികളിൽ ഒറ്റ പ്രീമിയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ അത് 1 lakh rupees പ്രീമിയം. അത് ഇത്ര ലക്ഷം രൂപ നമുക്ക് ആനുവിറ്റി സ്കീമാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ പല സ്കീമുകളുമുണ്ട്. ദർ ഈസ് ഓൺലി 1 പ്രീമിയം, 1 lakh സിംഗിൾ പ്രീമിയമാണ്. അപ്പോൾ അതാണ് സിംഗിൾ പ്രീമിയം. 3 തരം പ്രീമിയം ഉണ്ട്. ഫസ്റ്റ് ഇയർ പ്രീമിയം ഉണ്ട്, റിന്യൂവൽ പ്രീമിയം ഉണ്ട്, സിംഗിൾ പ്രീമിയം ഉണ്ട്. പിന്നെ പ്രീമിയത്തിൽ നമ്മളിവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് സീഡഡ്, പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്. അപ്പം പ്രീമിയം റീ ഇൻഷുറൻസ് സീഡഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതാണ്, നമ്മൾ വേറൊരു സ്ഥലത്ത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനി, ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കൊച്ചിയിൽ ഒരു വലിയ ക്രിക്കറ്റ് മേള നടക്കുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്നതിനകത്ത് ഇപ്പോൾ തന്നെ ഗ്രൗണ്ട്, ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന ഗ്രൗണ്ട്, അതിൻ്റെ ആ മുഴുവൻ പരിപാടികളും കൂടി യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനി, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനി ഇൻഷുർ ചെയ്യാമെന്ന് വിചാരിക്കാം. അവരത് 10 കോടി രൂപയ്ക്ക് ഇൻഷുർ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പം കോഴിക്കോടുള്ള യുണൈറ്റഡ്, അല്ലെങ്കിൽ കൊച്ചിയിലുള്ള യുണൈറ്റഡ് ഇൻഷുറൻസ് 10 കോടി രൂപയ്ക്ക് അത് ഇൻഷുർ ചെയ്തു. എന്നിട്ട് അവരത് അവിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവർക്കും അത് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി അവർ ഫോർ എക്സാമ്പിൾ അമേരിക്കയിലെ ഒരു കമ്പനിക്ക് റീഇൻഷുർ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ റീ ഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുക. അതായത് നമ്മുടെ കമ്പനി വേറൊരു കമ്പനിയിൽ, നമ്മളെ കമ്പനിയിൽ ഇൻഷുർ ചെയ്ത പോളിസി അല്ലെങ്കിൽ ആ ക്ലെയിം വേറൊരു കമ്പനിയിൽ വീണ്ടും ഇൻഷുർ ചെയ്യുന്നതാണെന്ത് റീ ഇൻഷുറൻസ് സീഡഡ്. എന്നാൽ വേറൊരു കമ്പനി നമ്മുടെ കമ്പനിയിൽ വന്നിട്ട് ഇൻഷുറൻസ് റീ ചെയ്യാണ്. അവരെടുത്ത ഒരു കരാറ് നമ്മുടെ കമ്പനിയിൽ വന്ന് റീ ഇൻഷുർ ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. അമേരിക്കൻ കമ്പനി ഇന്ത്യൻ കമ്പനിയിൽ ഇൻഷുർ ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. അതപ്പോൾ എന്തായി? റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡായി. മനസ്സിലായല്ലോ? പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രീമിയമാണ്. പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന പ്രീമിയമാണ്. അത് മനസ്സിലാക്കുക. പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് മീൻസ് നമ്മൾ ഇൻഷുർ ചെയ്ത, നമ്മുടെ കമ്പനിയിൽ ഇൻഷുർ ചെയ്ത ഒരു കേസ് വേറൊരു കമ്പനിയിൽ ഇൻഷുർ ചെയ്യുമ്പോഴാണ് റീ ഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുന്നത്. റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ വേറൊരു കമ്പനി ഏറ്റെടുത്ത ഇൻഷുറൻസ് നമ്മുടെ കമ്പനി ഏറ്റെടുക്കുന്നതാണെന്ത് റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ ഷെഡ്യൂൾ 1-ൽ എങ്ങനെയാണ് പ്രീമിയം നെറ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പണ്ട് നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പഠിച്ചപ്പോൾ സബ്സ്ക്രിപ്ഷൻസിൻ്റെ ഒരു ഐറ്റം പഠിച്ചിട്ടുണ്ടാവും. സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ഇൻ ദ അക്കൗണ്ട് എന്ന് പറഞ്ഞതുപോലെ പ്രീമിയം ടു ബി ക്രെഡിറ്റഡ് ഇൻ ദ അക്കൗണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെയും ഇക്കൊല്ലത്തെയുള്ള പല ട്രാൻസാക്ഷനുണ്ട്. അത് ചിലത് ആഡ് ചെയ്യണം, ചിലത് മൈനസ് ചെയ്യണം. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ അതെടുക്കുക.
ആഡ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദ എൻഡ്. ഈ വർഷത്തിൻ്റെ അവസാനം കിട്ടാനുള്ള പ്രീമിയം അത് ആഡ് ചെയ്യണം. അതെന്താണ്? അക്രൂഡ് ആണ്, നോട്ട് റിസീവ്ഡ് ആണ്. മനസ്സിലാക്കുക. ഈ വർഷത്തിൻ്റെ അവസാനം ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ആഡ് ചെയ്യണം. ആഡ് റീഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, വേറൊരാൾ ഏറ്റെടുത്ത ഇൻഷുറൻസ് നമ്മളുടെ അടുത്ത് ഇൻഷുർ ചെയ്യുന്നതിനാണ് റീഇൻഷുറൻസ് എന്ന് പറയുന്നത്, റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ റീഇൻഷുറൻസ് പ്രീമിയം കിട്ടി, അത് ആഡ് ചെയ്യാം. പിന്നെ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ പിന്നീട് വിശദമായി പഠിക്കും. പോളിസി ഹോൾഡേഴ്സിന് കമ്പനിയുടെ ലാഭം ഇൻഷുറൻസ് കമ്പനി വീതം വെച്ച് കൊടുക്കും. അതിനാണ് ബോണസ് എന്ന് പറയുന്നത്. ബോണസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിവിഷൻ ഓഫ് സർപ്ലസ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി ടു ദ പോളിസി ഹോൾഡേഴ്സ്. അപ്പോൾ അങ്ങനെ ബോണസ് കൊടുക്കുന്നത്, ബോണസ് ഈസ് പെയ്ഡ് ഇൻ ക്യാഷ് ഓർ ബോണസ് ഈസ് പെയ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. ബോണസ് ഈസ് പെയ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. ഫോർ എക്സാമ്പിൾ, എനിക്ക് 1000 രൂപ ബോണസ് ഇൻഷുറൻസ് കമ്പനിയിൽ കിട്ടാനുണ്ട്, 1000 രൂപ ബോണസ്. എന്നാൽ ഞാൻ 5000 രൂപ പ്രീമിയം അടയ്ക്കാനുമുണ്ട്. ഞാൻ 5000 രൂപ പ്രീമിയം അടയ്ക്കാനുണ്ടെന്ന് വിചാരിക്കാം. സോ ഐ ഹാവ് ടു പേ എ പ്രീമിയം ഓഫ് 5000, ബട്ട് ഐ ആം എലിജിബിൾ ഫോർ എ ബോണസ് ഓഫ് 1000. അപ്പോൾ എനിക്ക് രണ്ട് രീതിയിൽ ഇത് അക്കൗണ്ട് ചെയ്യാം. ഒന്ന്, ഞാൻ 5000 രൂപ പ്രീമിയം അടയ്ക്കുന്നു, ഇൻഷുറൻസ് കമ്പനി എനിക്ക് 1000 രൂപ ബോണസ് തരുന്നു. ചിലപ്പം ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും? എന്നോട് പറയും, നിങ്ങൾ 5000 രൂപ അടയ്ക്കേണ്ട, നിങ്ങൾ 4000 അടച്ചാൽ മതി. എന്താ കാരണം? 1000 രൂപ ബോണസ് അതിൽ തട്ടി അതിൽ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രീമിയം ടോട്ടൽ കിട്ടണമെങ്കിൽ ആ ബോണസ് കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറഞ്ഞാൽ, സംടൈംസ് ദ ഇൻഷുറൻസ് കമ്പനി വിൽ റെഡ്യൂസ് ദ ബോണസ് ഫ്രം ദ പ്രീമിയം ഓഫ് ദ പോളിസി ഹോൾഡേഴ്സ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ എമൗണ്ട് ആഡ് ചെയ്യണം. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ആഡ് ചെയ്യണം. ഇനി ലെസ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദ ബിഗിനിങ്. കഴിഞ്ഞ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം നമുക്കറിയാം, അത് ഈ വർഷം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് തുടക്കത്തിലുള്ള പ്രീമിയം റിസീവ്ഡിൽ ഉണ്ടാവും. ഇപ്പോൾ പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് അത് മൈനസ് ചെയ്യണം. ലെസ് റീഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഓക്കെ, റീഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, നമ്മൾ വേറെ എവിടെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? റീഇൻഷുറൻസ് ഇടട്ട്, ആ കേസിൽ നമ്മൾ പേ ചെയ്യുന്ന പ്രീമിയം. ബാക്കിയുള്ളതാണ് നെറ്റ് എമൗണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് ചെറിയ പ്രോബ്ലം നമുക്ക് നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് നെറ്റ് പ്രീമിയം. ഇപ്പോൾ ഞാൻ ഓരോ ഐറ്റം പറയാം. പ്രീമിയം റിസീവ്ഡ്, അതാണ് ഓപ്പണിംഗ് ഫിഗർ. ഓപ്പണിംഗ് ഫിഗർ. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് 1/4/2019 എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ആണ്. അതെന്താണ്? പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ്, അത് മൈനസ് ചെയ്യണം. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് മൈനസ് ചെയ്യണം. എന്താ കാരണം? അത് ഈ വർഷത്തെ പ്രീമിയം അല്ല, കഴിഞ്ഞ വർഷത്തെ പ്രീമിയമാണ്. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് മൈനസ് ചെയ്യണം. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31/3 എന്ന് പറഞ്ഞാൽ പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ആണ്. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ആണ്. അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ആഡ് ചെയ്യണം. റീഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്. റീഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ മൈനസ് ചെയ്യണം. റീഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് മൈനസ് ചെയ്യണം. റീഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ്, അത് പ്രീമിയത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം. റീഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് ആഡ് ചെയ്യണം. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, അതും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് നെറ്റ് പ്രീമിയം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് പിന്നെ ലെസ് ചെയ്യണം. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ആഡ് ചെയ്യണം. റീഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ലെസ് ചെയ്യണം. റീഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് ആഡ് ചെയ്യണം. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ആഡ് ചെയ്യും. ഓക്കെ, ദ നെറ്റ് ആൻസർ വിൽ ബി 5,85,000. Then one more question. From the following, calculate the amount of premium to be credited in revenue account. അപ്പോൾ പ്രീമിയം റിസീവ്ഡ്, അതാണ് അതിൻ്റെ ഓപ്പണിംഗ് ഫിഗർ. റീഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്. റീഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. റീഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് മൈനസ് ചെയ്യണം. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് 31/3/2012. അപ്പം പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് എന്താ? എൻഡാണ്. ഔട്ട്സ്റ്റാൻഡിങ് എന്താ? എൻ്റെ അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് എന്താ? എൻ്റെ ആഡ് ചെയ്യണം. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് 1/4, ബിഗിനിങ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് മൈനസ് ചെയ്യണം. പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31/3/2012. 31/3/2012 എന്ന് പറഞ്ഞാൽ ഈ വർഷത്തിൻ്റെ അവസാനം. പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ
ഇപ്പം നമ്മൾ ചില വിദേശത്തൊക്കെയുള്ള പോളിസി ഹോൾഡേഴ്സ് അവർ നേരത്തെ ആ പ്രീമിയം അടയ്ക്കുക അടുത്ത വർഷത്തെയൊക്കെ. അപ്പം ഈ വർഷത്തിൻ്റെ അവസാനം അടച്ചതാണ് ഈ 1,20,000. അപ്പോൾ അത് ഈ വർഷത്തെ പ്രീമിയം അല്ല, ഇത് അടുത്ത വർഷത്തെ പ്രീമിയമാണ്. മനസ്സിലാക്കുക. പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദ എൻഡ് എന്ന് പറഞ്ഞാൽ അത് അടുത്ത വർഷത്തെ പ്രീമിയമാണ്. അപ്പോൾ അടുത്ത വർഷത്തെ പ്രീമിയം ഈ 80,60,000 അപ്പോൾ അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദ എൻഡ്, പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദ എൻഡ് മൈനസ് ചെയ്യണം. പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ ഓപ്പണിംഗ്, പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കിട്ടി, അത് ഏത് വർഷത്തെയാണ്? ഈ വർഷത്തെയാണ്. അപ്പോൾ പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദ ബിഗിനിങ് ആഡ് ചെയ്യണം, പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദ എൻഡ് മൈനസ് ചെയ്യണം. ശ്രദ്ധിക്കുക, പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദ ബിഗിനിങ് ആഡ് ചെയ്യണം, പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദ എൻഡ് എന്ത് ചെയ്യണം? അത് മൈനസ് ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് 66,70,000 പ്രീമിയം ടു ബി ക്രെഡിറ്റഡ് ഇൻ ദ റവന്യൂ അക്കൗണ്ട് കിട്ടുക. ഇത് നിങ്ങൾ സിമ്പിളായ കാര്യമാണ്, ചെയ്ത് പഠിക്കുക. ഇതൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഷെഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പറ്റുള്ളൂ. എല്ലാവരും ഇത് പഠിക്കുക. താങ്ക് യു.